എല്ലാ വേർപാടുകളും ദുഃഖം മാത്രം പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ടു പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വേർപാടാണ് യശശരീരനായ ശ്രീ സലീം കുമാറിലൂടെ വളരെ കാലത്ത് എനിക്ക് തോന്നുന്നു ടി വിയിലൊക്കെ മിമിക്രി പ്രകടനങ്ങൾ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമയിൽ ഒരുപക്ഷെ ഇന്നും നമുക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ലാത്ത തമാശയുടെ ഹാസ്യത്തിൻ്റെയൊക്കെ രാജാക്കന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വേറിട്ട ഭാവവും മുഖവും ഒരുപക്ഷെ ചിരിക്ക് പുതിയ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ അതുല്യ പ്രതിഭയാണ്. ഒരു പുതിയ കാലഘട്ടം അല്ല, ഹാസ്യത്തിനൊരു മാറ്റമുള്ള ഭാവം കൊണ്ടുവന്ന അതുല്യ പ്രതിഭയാണ് സലീം കുമാർ. അപ്പം ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലേക്കുള്ള വരവ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഡയറക്ടർ സംവിധായകൻ ലാലിനോ റാഫി മക്കാട്ടിനോ ഒന്നും അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പരിചയം ഇല്ലാതിരുന്ന അവസ്ഥയിൽ സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയിൽ അതിനും ഒരു പശ്ചാത്തലമുണ്ട്. അത് സലീം കുമാറിനറിയാം. സലീം കുമാർ അത് പല ഇടങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ തെങ്കാശിപട്ടണത്തിലേക്ക് ഒരു പകരക്കാരനായി കൊണ്ടുവരുന്നിടത്താണ് ഒരുപക്ഷെ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എൻ്റെ രാഷ്ട്രീയം. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നേതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചെങ്കിൽ ആ ഒരു ബന്ധമാണ് അറ്റുപോകുന്നത്. അതിൽ ദുഃഖം